ഒരു നിരീക്ഷണമുണ്ടായത്. അത് എക്സാലോജിക് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാകാം. അങ്ങനെ ഒരു കോടതി നിരീക്ഷണം ഉണ്ടായപ്പോൾ മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ്. ഇന്നലെ വെളുപ്പാൻ കാലത്ത് കേരളത്തിൻ്റെ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായി സംസ്ഥാനം ഭരിച്ച ഒരു 65 വർഷക്കാലത്തിലധികമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ വസതി, പിണറായിയിലുള്ള വീട്, അദ്ദേഹം വാടകയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം വാടകയ്ക്കെടുത്തൊരു വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇഡിയുടെ റെയ്ഡായിരുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇത്തരമൊരു റെയ്ഡിൻ്റെ പശ്ചാത്തലം എന്താ? പ്രത്യേകിച്ച് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ റെയ്ഡ് നടത്തുന്നവർക്ക് തന്നെ സാധിച്ചിട്ടില്ല. ഇന്നലെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇങ്ങനെ കേരളത്തിൽ കേന്ദ്ര പോലീസ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വ്യാപകമായ നിലയിൽ ഏതാണ്ട് 10-12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്ന ഒരറിവും ഒരു ഇൻഫർമേഷനും ആഭ്യന്തര വകുപ്പിനോ പോലീസ് മേധാവികൾക്കോ പോലീസിനോ ലഭ്യമായിരുന്നില്ല എന്നാണ്. അതായത് സാധാരണഗതിയിൽ ഒരു കേന്ദ്രസേന ഇത്തരത്തിൽ ഇടപെടണമെങ്കിൽ, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കണം. അതുപോലെ ഉന്നതരായ പോലീസ് സേനാ അതിൻ്റെ തലവന്മാരെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ മേലെ കടന്നുകയറ്റമാണിത്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. ശ്രീ രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇത്തരമൊരു തെറ്റായ നിലപാട് കേന്ദ്രസേനയും ഇഡിയും സ്വീകരിച്ചാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയും കേന്ദ്രത്തെയും അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു നിലപാടും സ്വീകരിച്ചതായി അറിയുന്നില്ല. മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്നാണ് അവരുടെ തന്നെ വാർത്തകളിൽ കാണുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഡൽഹിയിലാണ്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ ഇഡി കേന്ദ്രസേനയെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിക്ക് മറികടന്നുകൊണ്ട് റെയ്ഡ് നടത്തുക, ഒരു ഭീകരത ഉണ്ടാക്കുക, ഇത് തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ്. ആഭ്യന്തര വകുപ്പ് ഈ നടപടി സംബന്ധിച്ച് കാരണം ഇത്തരം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്രസേനയ്ക്ക് എന്തുമാകാം എന്നൊരവസ്ഥയിലേക്ക് കേരളം എത്തും.
അത്തരമൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. ഈ നടപടി തികച്ചും അപലനീയമാണ്. ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിനെതിരായി പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഉപയോഗിച്ച് കേജ്രിവാളിന് നേരെ കേസെടുത്തത്. കേജ്രിവാളിനെ, ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചത് കേന്ദ്ര ഭരണാധികാരികളാണ്. അത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ടാണ് കുറേ മാസങ്ങളോളം ഭരണം നടത്തിയത്. ആ മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ചോദിച്ചു, എന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഒരു ന്യായീകരണവും പറയാനുണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ അടിയന്തരമായി മോചിപ്പിക്കണം, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ഡൽഹിയിൽ കേജ്രിവാൾ ഗവൺമെൻറ്റിനെ തകർക്കാൻ BJPക്ക് വഴിയൊരുക്കാനുമാണ് ആ നടപടികളെ ഉപയോഗപ്പെടുത്തിയത്. അതിൻ്റെ ഫലം തന്നെയായിരുന്നു പിന്നീട് വന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ പാർട്ടികൾ യോജിച്ചിരുന്നുവെങ്കിൽ ഡൽഹിയിൽ BJPയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസ് സ്വീകരിച്ചത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. 70 അസംബ്ലി സീറ്റും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, ഞങ്ങളെല്ലാം ജയിച്ചു വരും എന്ന് പ്രഖ്യാപിച്ച് 70 സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചു. അതിൻ്റെ ഫലം 65 സീറ്റിലും കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശില്ല. 70 സീറ്റിലും തോറ്റു. BJP ആ വോട്ട് കൊണ്ട് ജയിച്ചു വന്നു. ഇത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. കേരളത്തിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇതേ നിലപാടാണ്. അവർ കേരളത്തിൽ മുഖ്യ എതിരാളിയായി, ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. അതിന് വലതുപക്ഷവുമായി സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിലെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. BJPയുടെ അജണ്ടയ്ക്ക് മുമ്പിൽ, RSS അജണ്ടയ്ക്ക് മുമ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം സംബന്ധിച്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുള്ളതാണ്, അഭിപ്രായങ്ങളുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ചില വരികൾ ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിന് യോജിച്ചതാണ്. പിന്നീടുള്ള വരികൾ പൂർണ്ണമായും മതനിരപേക്ഷതയ്ക്കെതിരാണ്. അത്തരത്തിലുള്ളൊരു സന്ദേശമായതുകൊണ്ട്, ഗാനമായതുകൊണ്ട്, ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇതിൽ ആദ്യ ഭാഗം മാത്രം അവതരിപ്പിക്കുക എന്ന നിലപാട് സ്വീകരിച്ചു വന്നിരുന്നത്. ഇവിടെ RSS ആണ് വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലണം, ആലപിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും ആ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലോകഭവനിൽ, ഗവർണർ ആസ്ഥാനത്തൊക്കെ അത് പൂർണ്ണമായും വന്ദേ മാതരം പൂർണ്ണമായും കേൾക്കാം. അത് RSS അജണ്ടയാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന
മുസ്ലിം ലീഗിന് പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടിത് കോൺഗ്രസ് BJPയുടെ ഒരു ഡീലെന്ന് നേരത്തെ നമ്മളെല്ലാം കേട്ടിരുന്നതാണ്. ആ ഡീലാണ് അധികാരത്തിൽ വന്നതിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BJP RSS സംഘപരിവാർ അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ എല്ലാ വേദികളും അവർ ഉപയോഗിക്കുന്നു. അതിനനുകൂലമായിട്ടുള്ള നിലപാട് ഇവിടുത്തെ UDF ഗവൺമെൻറ്, VD സതീശൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇത് തികച്ചും മതന്യൂനപക്ഷ വിരുദ്ധവും മതേതരത്വത്തിന് കളങ്കമുണ്ടാക്കുന്നതുമാണ്. ഇന്നലെ പിണറായിയിൽ ഞാനുണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ എന്നെ കണ്ടിട്ടില്ല, അവരെയും കണ്ടു എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാർ, റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം അവരെഴുതി കൊടുത്തു, ഒരു രേഖയും ഒരു തെളിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്തിനു വേണ്ടി അവിടെ റെയ്ഡ് നടത്തിയത്? തിരുവനന്തപുരത്ത് അവർ റെയ്ഡ് നടത്തി. എന്ത് രേഖയാണ് അവർ കിട്ടിയത്? ഒരു വാടക വീട്ടിൽ 10 ദിവസമായിട്ടില്ല. ഇത് തികച്ചും കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ഉന്നതനായ നേതാവ് PB അംഗം സഖാവ് പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വേട്ടയാടി അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൽ തകർക്കുക എന്ന ലക്ഷ്യമാണ് വലതുപക്ഷ ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആസൂത്രിതമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്നിട്ടുള്ള റെയ്ഡ്. ഇപ്പോൾ തിരുവനന്തപുരത്ത്, കണ്ണൂരിൽ, കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ മകളെ ഭർത്താവിൻ്റെ വീട്, ഭർത്താവിൻ്റെ അച്ഛൻ, പിതാവ് പഴയ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം കണ്ണൂർ പോലീസ് സൂപ്രണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്, അവിടെയെല്ലാമാണ് റെയ്ഡ്. എന്തിനു വേണ്ടിയ റെയ്ഡ്? കേരളത്തിൽ മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര നിലവാരത്തിൽ, ദേശീയ നിലവാരത്തിൽ CPM-നെതിരായിട്ടൊരു വാർത്തയുണ്ടാക്കണം, CPM-നെ തകർക്കണം, CPM-നെ കളങ്കപ്പെടുത്തണം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തണം. ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള വലതുപക്ഷ ശക്തികളുടെ കോൺഗ്രസ് BJP ഡീലിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്നലെ അരങ്ങേറിയത്. ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഇവിടെ ആരും എതിരല്ലല്ലോ. സാധാരണഗതിയിൽ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അവർക്ക് നോട്ടീസ് എങ്കിലും കൊടുക്കണ്ടേ? നോട്ടീസ് കൊടുത്തോ? ഇന്ന് മാധ്യമങ്ങളിൽ കാണുന്നത് റെയ്ഡ് നടത്താൻ ചെന്നപ്പോഴാണ് നോട്ടീസ് കൊടുത്തതെന്നാണ്. എത്ര പരിഹാസ്യമായ നടപടിയാണത്! ഒരു പെൺകുട്ടിയോട് ചെയ്ത എത്രമാത്രം വലിയ ക്രൂരതയാണിത്! ഇത് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന നടപടിയാണ്. ഒരു നോട്ടീസ് കൊടുത്തോ? എന്താ കുറ്റം? അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവരെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിസ്സഹരിച്ചിട്ടുണ്ടോ? എന്തിനാ ഇന്നലെ 12 സ്ഥലത്ത് റെയ്ഡ്? അന്താരാഷ്ട്ര ദേശീയ നിലവാരത്തിൽ വാർത്തയാക്കാനാണ്. ആ വാർത്തയാക്കുന്നത് ബോധപൂർവമാണ്. അത് ആസൂത്രിതമായൊരു പദ്ധതിയാണത്. ഈ പദ്ധതി ഉണ്ടായാൽ സ്വാഭാവികമായും ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ, പുരോഗമനവാദികൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, മഹിളകൾ, പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ശക്തമായി എതിർക്കും.
ആ പുരോഗമന പ്രസ്താവനകളുടെ എതിർപ്പുണ്ടായി. ഇപ്പോൾ പിണറായിലെ വീട്ടിൽ റെയ്ഡെന്ന് കേട്ടപ്പോൾ ആരും പറഞ്ഞിട്ടല്ല, ടെലിവിഷനിൽ ഇങ്ങനെ വാർത്ത വന്നപ്പോഴാണ് ആളുകൾ മുഴുവൻ ഓടിക്കൂടിയത്. വലിയ ജനക്കൂട്ടമായിരുന്നു അവിടെ പിണറായിയിൽ. അവിടെ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം വന്നെത്തി. പിന്നീട് വൈകുന്നേരമാകുമ്പോഴൊക്കെ വലിയ വലിയ ജനക്കൂട്ടം പല ഭാഗത്ത് അറിഞ്ഞുകൊണ്ട് വരികയാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് മുമ്പിലേക്ക് ഓടിക്കൂടുകയായിരുന്നു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം അവിടെ വന്നെത്തി. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ഇവിടെ പിണറായിൽ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടല്ലേ അവർ പോയത്? എന്തെങ്കിലും ഉണ്ടായി? എന്തുകൊണ്ടാണ്? ഇത് തിരുവനന്തപുരത്ത് പ്രകോപനമുണ്ടാക്കാൻ. ഞാനവിടെ പോയിട്ടില്ല, പക്ഷേ ഞാൻ ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം കണ്ടു. ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ബോധപൂർവം തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് ഈ കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ഇവിടെ RSS, BJP, കോൺഗ്രസിൻ്റെ ഹിഡൻ അജണ്ട ഡീല് നടപ്പിലാക്കി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ തകർക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ തകർന്നു പോകില്ല എന്നവർ മനസ്സിലാക്കണം. കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ്. പഠിച്ചവരായിട്ടുള്ള ഒട്ടനവധി ചെറുപ്പക്കാരികളുടെയും നാടാണ്. കേരളത്തിലെ ജനങ്ങളിൽ രാഷ്ട്രീയ ചിന്തയുള്ളവരാണ്. അത്തരമൊരു കേരള സമൂഹം കേരളത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പിടിച്ച് വളർന്നു വന്നവരാണ്. അങ്ങനെ വളർന്നു വന്ന ആ ജനക്കൂട്ടത്തെ, മഹാജനസഞ്ചയത്തെ നിസ്സാരമായി കണ്ട് അതിനെയെല്ലാം നിഷ്പ്രഭമാക്കാം എന്ന് ധരിക്കുന്ന തെറ്റാണ്. അതുകൊണ്ട് നേതാക്കളെ വ്യക്തിഹത്യ നടത്തി, നേതാക്കളെ ആക്രമിച്ച് ആ ആക്രമണത്തിലൂടെ പാർട്ടിയെ തകർക്കാം എന്ന ധാരണയുടെ ഭാഗമാണിത്. ഞങ്ങൾ ഒരുപാട് സഹിച്ചു വളർന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ കേരളത്തിലെ ഉന്നതനായ നേതാവായിരുന്നു സഖാവ് അഴീക്കോടൻ. അഴീക്കോടനെ ചെട്ടിയങ്ങാടി തെരുവിൽ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. കേരളത്തിലെ ഉന്നതനായ നേതാവായിരുന്നു. അതുപോലെ തന്നെ നിലമ്പൂരിൽ കേരളത്തിലെ പ്രിയപ്പെട്ട നേതാവിന് MLA ആയിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇതൊക്കെ ഈ കേരളത്തിൽ നടത്തിയിട്ടൊന്നും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ ഒട്ടനവധി ത്യാഗപൂർണമായ സമരങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എല്ലാം നടത്തി ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ, വിപ്ലവ പ്രസ്ഥാനത്തെ ഇങ്ങനെ തകർത്ത് കളയാം എന്ന് ധരിച്ച് പുറപ്പെടുകയല്ല വേണ്ടത്. അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകളും പിശകുകളും മനസ്സിലാക്കി ഈ കേരളത്തിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്താനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്. ഇവിടെ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഒക്കെ ബന്ധപ്പെടുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം യോജിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ എല്ലാം വിനയ പുരസരമുള്ള അഭ്യർത്ഥന. ഇതാണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്.
എന്തൊക്കെ നടന്നിട്ടെ ഇന്ത്യയിൽ? നിങ്ങൾ നോക്കി, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ എന്താ നടന്നത്? ഡൽഹിയിൽ എത്രയാളെ വെട്ടിക്കൊന്ന് കുത്തിക്കൊന്ന്? രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ട നേതാക്കളെയൊക്കെ ബോധപൂർവം അപമാനിക്കുന്നു. എന്ത് വന്നാൽ ജനങ്ങൾ ക്ഷുഭിതരാകും. ആ ക്ഷുഭിതരാകുന്ന ജനക്കൂട്ടത്തെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് നിൽക്കുന്നു. അവർക്കിടയിലേക്ക് കാറുപെടുത്തു പോകുമ്പോൾ സാധാരണഗതിയിൽ സമാധാനപരമായിരിക്കുമോ? നിങ്ങളുടെ ചിത്രം ഞാൻ കണ്ടു ഇന്ന്. അതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ അവിടെ പോയിട്ടുള്ള ആളല്ല, ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ള ആളല്ല. പക്ഷെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ചിത്രീകരണത്തിലൂടെ കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.